അത് ഉറപ്പായിട്ട് ഇത്രയും വലിയൊരു നിലയിലെത്താൻ എന്നെ സഹായിച്ചത് നിങ്ങളെല്ലാവരുമാണ്, ഓരോരുത്തരാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ ബലമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എൻ്റെ ഉറ്റ ചങ്ങാതിമാരാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഞാൻ ശരിക്കും വന്ന വഴി മറക്കാത്ത ഒരാളാണ്. ബ്രോ ഏത് വഴിയാ വന്നത്? ഞാൻ ഈഞ്ചക്കലി വഴി കട്ട് ചെയ്ത് കഴക്കൂട്ടം കയറി നേരെ കൊല്ലം. ബ്രോ, ഞാൻ പാവപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് വന്ന ആളാണ്. ഇതിനു മുമ്പുള്ള എൻ്റെ കാര്യം ഭയങ്കര കഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. കാരണം എനിക്ക് മാസത്തിൽ ഒരു 35 പ്രാവശ്യം മാത്രമേ മന്തി കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്റെ പുതിയ സിനിമ ഡി കാപ്രിയോയുടെ കൂടെയാണ്. ഡി കാപ്രിയോയുടെ ആരായിട്ടാണ്? ഡി കാപ്രിയോയുടെ കൊച്ചാപ്പയായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത്. ഞാനിപ്പോഴും ആ പഴയ ആള് തന്നെയാണ്. ഞാൻ ആ നാട്ടിൻപുറവും നാട്ടിൻപുറത്തിന്റെ നന്മയും, ഒരു നാട്ടിൻ പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ബ്രോ എവിടെയാണ് താമസിക്കണേ? ഞാൻ ബാംഗ്ലൂര്. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ക്യാരക്ടറായിട്ട് തന്നെ അങ്ങ് ബിഹേവ് ചെയ്യും. പക്ഷെ ക്യാമറ ഓഫ് ആക്കുന്ന ആ നിമിഷം തൊട്ട് എൻ്റെ കഴപ്പ് ഞാൻ ആ സാധാരണ മനുഷ്യനായി മാറും. ഇത്രയൊക്കെ ഉയരത്തിലെത്തിയെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല നടുവേദനയുണ്ട്. ഇത് വരാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, പണ്ട് ചായ കുടിക്കാൻ ഒരു 35 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് ബൈക്ക് ഓടിച്ച് പോയി ചായ കുടിക്കുമായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തുക്കളും. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം എൻ്റെ മുടി കൊഴിഞ്ഞു പോകണയാണ്. ഇതിന് കുറച്ച് ദിവസം കൂടെ തലേ കാണും. എനിക്ക് ഫാൻസ് അസോസിയേഷൻ ഒന്നും വേണ്ട, ഞാൻ അവരെ അപ്പോഴേ പിരിച്ചുവിട്ടതാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ഫാൻസിനെ എല്ലാവരെയും. അതുകൊണ്ടാണ് ഞാനെന്ന മനുഷ്യനെ ഞാനാക്കി. നീ റൂം അടച്ചിട്ട് ആരുടെ സംസാരിച്ചോണ്ടിരിക്കുന്ന എത്ര നേരം? ഇന്റർവ്യൂ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂക്ക് വിളിച്ചത്. ഞാൻ ഇപ്പം വരാം.